ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ജിയോ ഫാബ്രിക് ബാഗ്. ഇതൊരു 15x15 ജിയോ ഫാബ്രിക് ബാഗാണ്. ഇത് ഞാനൊരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണദോഷങ്ങൾ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു 1 year ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളറ്. ഇതിൻ്റെ മുകളിൽ ശരിക്ക് ഒന്ന് വൺസ് ഇൻ എ വീക്കെങ്കിലും പുറത്ത് വെള്ളം അടിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലെ നരച്ചു പോകും. ഇനി വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ പൂപ്പൽ പിടിക്കും. ഓക്കെ, ഈ സാധനം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാൻ പറ്റും. ഞാൻ കഴുകിയെടുത്തതല്ല, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള സാധനം കാണിച്ചു. വെള്ളത്തിൽ ഇട്ട് വെച്ചല്ല, സോറി, മഴയത്ത്. കണ്ടോ, ഇത് മഴയത്ത് ഞാൻ ഇട്ട് വെച്ചപ്പോൾ ഓൾമോസ്റ്റ് പഴയ കളർ പോലെ പല ഭാഗത്തും കിട്ടുന്നത്. വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഞാനിങ്ങനെ ജസ്റ്റ് മഴയത്ത് ഇട്ടതാണ്. ഓക്കെ, ഇതിങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ നിലവിലുണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് എൻ്റെ അനിയത്തിക്ക് അവിടെ മണ്ണിൽ വെക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇതിന്ന് റീപ്പോർട്ട് ചെയ്യാൻ വളരെ സുഖമാണ്. ഒരു 20-20 ഡ്രം, ഇത് 18-18, ഇത് 20-20 മാവിനൊക്കെ 20-20 കറക്റ്റ് സൈസാണ്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡ്രമ്മിൻ്റെ അതേ സൈസ് ഇതുണ്ട്. ഇതിനെ ഇങ്ങനെ ശക്തമായിട്ട് 4 ഭാഗത്തുനിന്നും ഒന്ന് ചവിട്ടി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ മണ്ണ് ലൂസാവും. സുഖമായിട്ട് പ്ലാന്റിന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഞാനത് ചെയ്തിട്ടുണ്ട്. മാവും ഞാവലും എല്ലാം പേരയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വെള്ളത്തിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇത് സംഭവിക്കുക. അതല്ല ലേശം പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, വൺസ് ഇൻ എ വീക്കൊക്കെ പുറത്ത് ലേശം പ്രഷറിൽ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. ഈ വെള്ളപ്പൊടി ഇതാണ് ഞാൻ കുമ്മായം കൊടുത്തതിൻ്റെ ബാക്കിയാണ്. ഇവിടെ ഞാൻ സിട്രസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ 15x15 ഇതാ. ഈ ഒരു പൂപ്പലുണ്ടല്ലോ, ഇതിന് പുറത്ത് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പം കുറച്ച് മുന്നേ നല്ല ഹെവി മഴ പെയ്ത് തോർന്നിട്ട് ഒറ്റ തുള്ളി പോലും വെള്ളം നിൽക്കില്ല. നല്ല ഹെവി ഡ്രെയിനേജാണ്. പ്ലാന്റ്സിൻ്റെ ഒക്കെ ഗ്രോത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പ്ലാന്റ്സിന് ഒന്നൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തിട്ടതാണ്. ഇത് എൻ്റെ വൈറ്റ് ഡയമണ്ട് പേര്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ D1 പോകുന്ന സമയത്ത് ഏകദേശം ഈ സൈസിലുള്ള ഒരു പ്ലാന്റ്, അന്ന് മദർ പ്ലാന്റ് പോലെ ഒരു പ്ലാന്റ് വെച്ചതാണ്. ഇത്തവണ അത്യാവശ്യം ഫ്രൂട്ടൊക്കെ പറിച്ച് ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തിട്ട് തളിര് വരുന്നുണ്ട്. 1-2 പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജിയോ ഫാബ്രിക് ബാഗ്. ഇതിൽ ഞാനിവിടെ ഇത് 20-20 വെച്ച റംബൂട്ടാനൊന്നും ഡ്രമ്മിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചതാണ്. ഇതെൻ്റെ N18 ഞാൻ പ്രൂൺ ചെയ്തിട്ടതാണ്. ഇതെൻ്റെ മൂവർ ഗാർഡിങ്. ഇതും 20-20 ഇതൊരു നാംഡോക്കിമായാണ്. ഇതും 20-20 നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഇതെൻ്റെ ഒരു ബോട്ടിലാണ്. ഇത് സാഫ് കളക്ട് വെച്ചത് നോക്കണ്ടത്. ഉമ്മ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. പച്ചക്കറി വേസ്റ്റൊക്കെ ഡയറക്റ്റ് കഴിഞ്ഞ ഇട്ട് കൊടുക്കാതിരിക്കാൻ വലുതിന് മാത്രം ഇട്ടോ. ഇതെൻ്റെ ഒരു ബനാന മാംഗോ. ഇതും 20-20 സൈസാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യാൻ സുഖമാണ്. എക്കണോമിക്കലി നമുക്ക് ഓക്കെയാണ്. കോസ്റ്റ് നിങ്ങളൊരു ഹാഫ് ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ എയർ പ്രൂണിങ് പോട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു പകുതി ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. നല്ല രീതിയിൽ പുറത്തൊക്കെ വെള്ളം അടിച്ചിട്ട് ഇറക്കി നിർത്തുന്ന ആളുകൾക്ക് ഇത് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ രീതിയിലാവും. പ്ലാന്റ് ഹെൽത്തിന് ഒരു പ്രശ്നവും വരില്ല. അത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതിൻ്റെ എയർ പ്രൂണിങ് നമ്മൾ എയർപോർട്ടിൽ എത്ര കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഞാൻ ശരിക്കും കുറച്ചെണ്ണം റിപ്പോർട്ട് ചെയ്യാണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്തിട്ട് ഞാൻ പറയാം. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എയർ പ്രൂണിങ്ങിൻ്റെ അത്രത്തോളം ഒന്നും ഇത് എൻ്റെ ഒരു സിട്രസ് താഴേക്ക് വീണതായിരുന്നു. റൂട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യണം. ഈ മഴ ഞാൻ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ് വളർന്നിട്ടുള്ളത്. പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒട്ടുമിക്ക പ്ലാന്റ്സും ഒക്കെ എയർ പ്രൂണിങ് ബോർഡിൽ ഒരു വർഷം കൊണ്ട് നല്ല ഗ്രോത്താണ്. ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇതും കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എയർ പ്രൂണിങ് പോട്ടിൻ്റെ അത്ര കാര്യക്ഷമമായിട്ട് ഇതിൽ എയർ പ്രൂണിങ് നടക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ കുഴപ്പമില്ലാതെ അത് നടക്കുകയും ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവാണ്.
പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഇതിപ്പം 1 ഇയർ ആയിട്ടുണ്ട്. ഇതുവരെ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൽ പിടിച്ചിട്ട് പൊക്കിയിട്ടുമുണ്ട്. ചിലപ്പം കുറച്ച് സ്റ്റിച്ച് പൊട്ടുമായിരിക്കും, ഇതിൻ്റെ പറയാൻ പറ്റില്ല. അതിൻ്റെ നൂലിൻ്റെ ഞാനിത് കാരണം അവർ സ്റ്റിച്ച് ചെയ്ത നൂല് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാ ഇത് കണ്ടോ, ഈ നൂല് ഒരു വർഷമായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഇതുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. നൂലൊക്കെ അത്യാവശ്യം ഇതാ ഇത് 1 ഇയർ ആയപ്പോൾ തന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ നൂലിൻ്റെ പ്രശ്നമാണിത്. ഇത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതല്ലാതെ ഈ മെറ്റീരിയൽ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിൾ സ്റ്റിച്ചൊക്കെ ഉള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പൊക്കി പിന്നെ മൂവ് ചെയ്യാൻ സുഖമാണ്. ഞാനിതിന് ഇങ്ങനെയാണ് മൂവ് ചെയ്യാറ്. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് പല സ്ഥലത്തു നിന്നും ഞാൻ അങ്ങോട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഒരു ആളുണ്ടെന്നുണ്ടെങ്കിൽ പൊക്കാൻ പറ്റുന്നുള്ള ഒരു വാദമൊന്നും എനിക്കില്ല. കാരണം അത് 20-20 ഒന്ന് ഊര പോവും, ദൂരെ തന്നെ തണ്ടലിന് പണി കിട്ടും. അപ്പം പൊക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇത് പൊക്കി കഴിഞ്ഞാൽ ഈ നൂലിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മെറ്റീരിയൽ ഇത് ഓക്കെയാണ്, ഇത് ലാസ്റ്റ് ചെയ്യും. 5-6 വർഷമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം മിനിമം ഒരു 5 വർഷം ഇത് മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതിക്കോളൂ. മാവൊക്കെ 5 വർഷം ആകുമ്പോൾ തന്നെ ഇതിൽ റൂട്ട് ഫുള്ളാവും, കോയിലാവും. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതണ്ട റൂട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ച് തുടങ്ങി. 5 വർഷം കഴിയുമ്പം ഇതെന്താണെങ്കിലും റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വലിയ ഡ്രമ്മുകളിലൊക്കെ ഇന്ന് ഇത് റീപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ലേശം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ 4 ഭാഗത്തു നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൂളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കല്ലിൻ്റെ മുകളിൽ കയറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ മനസ്സിലായോ? മണ്ണ് ഇതിൽ അങ്ങനെ ഉറക്കുന്നൊന്നുമില്ല, എപ്പോഴും നല്ല ഇളക്കമുണ്ട്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റികൾ ഇതിനുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ലുക്കിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്ത് കഴുകി എടുത്തു കഴിഞ്ഞിട്ട് വൃത്തി ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളർ കുറച്ച് ഫെയ്ഡാവും. ഞാനിതിൻ്റെ മാനുഫാക്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ കളറ്. ഇതിപ്പം ഇത്രത്തോളം ഫെയ്ഡായിട്ടുണ്ട്. ഓക്കെ, കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഇല്ലാന്നുണ്ടെങ്കിലും കുറേയൊക്കെ കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഗ്രോ ബാഗ് ഇതൊക്കെ എനിക്ക് ജിയോ ഫാബ്രിക് ബാഗിലേക്ക് മാറ്റാനുള്ളതാണ്. എൻ്റെ കുറച്ച് ബാഗ്സ് വരുന്നുണ്ട്. ഞാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ബാഗാണോ, ജിയോ ഫാബ്രിക് ബാഗാണോ, ഇനി ഡ്രമ്മാണോ, എയർപോർട്ടാണോ, ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമോ ഇതൊക്കെ നോക്കിയിട്ട് വെക്കുക. അത്രതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ഒന്നിൻ്റെ ഗുണമോ ദോഷമോ ഞാൻ ഡ്രം ഓപ്റ്റ് ചെയ്യാത്ത കാരണം ഇതാണ്. ഈ 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ട് ഇതിന്ന് റീപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം. രണ്ടാമത് ഒരു ഹാഫ് ഡ്രമ്മിന് ഇന്ന് 350-400 രൂപ അത്രത്തോളം അത് വില വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡ്രം യൂസ് ചെയ്യാത്തത്. ഇത് ക്യാരി ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. എനിക്ക് ഇത് ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ലുക്കിൻ്റെ പ്രശ്നം മാത്രമേ എനിക്ക് നിലവിൽ ഇതിൽ കണ്ടിട്ടുള്ളൂ. ഈ മഴക്കാലത്ത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര മഴത്താണെങ്കിൽ പോലും ഇതിന് വെള്ളം വാർന്നു പോകും. വെള്ളം നിന്നിട്ട് ഈ ഫംഗസ് അടിക്കുന്ന പ്രശ്നങ്ങൾ ഇതിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും നോക്കിയിട്ട് മേടിക്കുക. അത് ഡ്രം ആവട്ടെ, എയർപോർട്ടിംഗ് പോട്ടാവട്ടെ, ജിയോ ഫാബ്രിക് ബാഗ് ആവട്ടെ. അപ്പം നിങ്ങൾക്കിത് വീടിൻ്റെ ഒരു മുന്നിൽ കൊണ്ടുപോയി വെക്കാൻ ഉള്ളതാണ്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നനയ്ക്കല്ലാത്ത ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഈ രീതിയിൽ ഇത് ലേശം പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇടയ്ക്ക് ഒരാഴ്ചയിലൊക്കെ കൂടെ പുറത്ത് വെള്ളം അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉറച്ചു കൊടുക്കേണ്ട, കണ്ടിന്യൂഷൻ ഒന്ന് പുറത്ത് വെള്ളം അടിച്ചു കൊടുത്താൽ തന്നെ അത് ക്ലിയർ ആവും. കാരണം അതൊന്നും ഞാൻ കഴുകിയതല്ല, മഴയത്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ജിയോ ഫാബ്രിക് ബാഗിനെ കുറിച്ചിട്ട് ഉള്ള എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം നമുക്ക് നിർത്താമല്ലേ? ഗുഡ് ഡേ.